ഹലോ കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേൾക്കാം. ടുമോറോ ഈസ് നെവർ പ്രോമിസ്ഡ് എന്നാണ് ഇന്നത്തെ കഥയുടെ പേര്. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ, പ്രോമിസ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം, നെവർ പ്രോമിസ് എന്ന് പറഞ്ഞാലോ വാഗ്ദാനം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നാളെ ഒരിക്കലും വാഗ്ദാനം ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഇന്നത്തെ കഥയുടെ പേരിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കഥ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. വൺസ് അപ്പോൺ എ ടൈം there was a sadhu who had great power to perform miracles. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടൊരിക്കൽ. there was a സാധു, ഒരു സന്യാസി ഉണ്ടായിരുന്നു. സാധു എന്ന് പറഞ്ഞാൽ സന്യാസി. പടത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഹു ഹാഡ് ഗ്രേറ്റ് പവർ. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഗ്രേറ്റ് പവർ, വലിയ ശക്തി ഉണ്ടായിരുന്നു. എന്തിനാ? ടു പെർഫോം മിറക്കിൾസ്. മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? അത്ഭുതങ്ങൾ. പെർഫോം മിറക്കിൾസ് എന്ന് പറഞ്ഞാലോ അത്ഭുതം ചെയ്യുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മെനി പീപ്പിൾ വുഡ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ടു വിസിറ്റ് ഹിം. മെനി പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തിരി ആളുകൾ. ഫാർ ഓഫ് പ്ലേസസ് എന്ന് പറഞ്ഞാലോ ദൂരെ നിന്നും, ദൂര സ്ഥലങ്ങളിൽ നിന്നും. വിസിറ്റ് ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ദർശിക്കുവാൻ. മെനി പീപ്പിൾ വുഡ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ടു വിസിറ്റ് ഹിം. ഒത്തിരി ആളുകൾ ദൂര സ്ഥലങ്ങളിൽ നിന്നും പോലും വരുമായിരുന്നു. എന്തിനു വേണ്ടിയാ? ഈ സന്യാസിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കാണുന്നതിന് വേണ്ടി. എമംഗ് ദം വാസ് എ ഗ്രേറ്റ് ഡിവോട്ടി. എമംഗ് ദം അവരുടെ കൂടെ ഒരു ഗ്രേറ്റ് ഡിവോട്ടി, വലിയ ഡിവോട്ടി അല്ലെങ്കിൽ ഭക്തനുണ്ടായിരുന്നു. He took upon himself the greatest duty to serve the sadhu. He took upon himself. അവനെ തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. എന്താണെന്നറിയോ? ദ ഗ്രേറ്റസ്റ്റ് ഡ്യൂട്ടി, ഒരു വലിയ ജോലി ഏൽപ്പിച്ചത്. എന്താണ്? ടു സെർവ് ദ സാധു. ഈ സന്യാസിയെ ശുശ്രൂഷിക്കുക എന്നുള്ള ജോലിയായിരുന്നു സ്വയം ഏറ്റെടുത്തത്. ഹി വുഡ് ഗെറ്റ് വുഡ്സ്, കുക്ക് മീൽസ് ആൻഡ് ക്ലീൻ ഹിസ് ഹാർട്ട് ആൻഡ് ലുക്ക് ആഫ്റ്റർ ഓൾ ഹിസ് നീഡ്സ്. ഇദ്ദേഹത്തിന് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? തടികൾ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ കൊണ്ടുവരിക, കുക്ക് മീൽസ്, മീൽസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, കുക്ക് മീൽസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യുക, ആൻഡ് ക്ലീൻ ഹിസ് ഹട്ട്. ഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിൽ. പണ്ട് കാലത്ത് ചെറിയ ചെറിയ കുടിലുകൾ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു വീടുകൾ. പടത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ പുല്ലുകൊണ്ടും ഓല കൊണ്ടും ഒക്കെ മേഞ്ഞ കുഞ്ഞു വീടുകൾ പണ്ടുണ്ടായിരുന്നു. മണ്ണിഷ്ടിക കൊണ്ടും അല്ലെങ്കിൽ മൺകട്ടകൾ കൊണ്ടൊക്കെ വീടുകളുടെ ഭിത്തിയൊക്കെ നിർമ്മിച്ചിരുന്നു. ഇന്നത്തെ പോലെയാണോ? അല്ല. ഇന്ന് ഈ ഹട്ട് അല്ലെങ്കിൽ കുടിലുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ സന്യാസി താമസിച്ചിരുന്ന ഇതുപോലെയുള്ളൊരു ചെറിയൊരു കുടിലാണ്. അപ്പോൾ ഈ കുടില് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ വൃത്തിയാക്കാനൊക്കെ ഇദ്ദേഹം സഹായിക്കുമായിരുന്നു. ആൻഡ് ലുക്ക് ആഫ്റ്റർ ഓൾ ഹിസ് നീഡ്സ്. നീഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നോക്കുക. അപ്പോൾ ഈ സന്യാസിയുടെ എല്ലാ ആവശ്യങ്ങളും നോക്കി നടത്തുക കൂടി ആര് ചെയ്യുമായിരുന്നു? ഈ ഭക്തനായ അല്ലെങ്കിൽ സഹായിയായ ഈ വ്യക്തി ചെയ്യുമായിരുന്നു. The greatest sadhu was very happy with his services. The great sadhu was very happy. ഈ വലിയ സന്യാസിക്ക് വളരെ സന്തോഷമായി. ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായി. വിത്ത് ഈ സർവീസസ്, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസ് കണ്ട് ഈ സന്യാസിക്ക് ഒത്തിരി അധികം സന്തോഷം തോന്നി. വൺ സാധു വെൻ എവേ ഫോർ 3 days. വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, സാധു ഈ സന്യാസി വെൻ എവേ ഇങ്ങോട്ട് പോയി. എന്തിനാ? ഫോർ 3, എവിടെ എത്ര ദിവസത്തേനാണ് പോയത്? 3 days, 3 ദിവസത്തേനാണ് യാത്ര പോയിരിക്കുന്നത്. പോകാൻ ഉദ്ദേശിച്ച് അങ്ങനെ പോകാൻ തുടങ്ങിയത്. ആൻഡ് ആസ് എ റിവാർഡ്, അപ്പോൾ പ്രതിഫലം എന്ന് വേണം, ഫോർ ഹിസ് കൈൻഡ്നെസ്. അപ്പോൾ ഈ സഹായിയായ വ്യക്തിയുടെ കാരുണ്യ പ്രവൃത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് സന്തുഷ്ടനായ നമ്മുടെ സന്യാസി റിവാർഡ് കൊടുത്തു. റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലം കൊടുത്തു. ഈ ഗേവ് ഹിം എ മാജിക് സ്റ്റിക്ക്. ഒരു മാജിക് സ്റ്റിക്കാണ് സമ്മാനമായിട്ട് കൊടുത്തു, ഒരു മാന്ത്രിക വടി. ഇഫ് ഹി വുഡ് ടച്ച് എനി അയൺ ഒബ്ജക്റ്റ് വിത്ത് ഇറ്റ്, ഇറ്റ് വുഡ് ബിക്കം ഗോൾഡ്. ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊടുക. അയൺ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് വസ്തുക്കൾ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സ്വർണം. ഇഫ് ഹി വുഡ് ടച്ച് എനി അയൺ ഒബ്ജക്റ്റ് വിത്ത് ഇറ്റ്, ആ മനുഷ്യൻ എന്തെങ്കിലും ഇരുമ്പ് വസ്തുവിൽ ആ വടി കൊണ്ട് സ്പർശിച്ചാൽ അല്ലെങ്കിൽ തൊട്ടാൽ എന്താണ് സംഭവിക്കുന്നത് കുട്ടികളെ? ഇറ്റ് വുഡ് ബിക്കം ഗോൾഡ്. അത് സ്വർണമായിട്ട് മാറും. സാധു സെഡ്,
that he would take back the magic stick on his return. സന്യാസി വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണ് സാധു സെഡ്? എന്താണ് പറഞ്ഞത്? ദാറ്റ് ഹി വുഡ് ടേക്ക് ബാക്ക് ദ മാജിക് സ്റ്റിക്ക്. അദ്ദേഹം ആ മാജിക് സ്റ്റിക്ക് അല്ലെങ്കിൽ മാന്ത്രികോടി തിരിച്ചെടുക്കും. എപ്പോൾ? ഓൺ ഹിസ് റിട്ടേൺ. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ, 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അന്നേരം എന്ത് ചെയ്യും? ഈ മാന്ത്രികോടി തിരിച്ചെടുക്കും. സോ ഹി ഹാഡ് ജസ്റ്റ് 3 days ടു ബിക്കം റിച്ച്. സോ ഹി ഹാഡ് ജസ്റ്റ് 3 days. അദ്ദേഹത്തിന് എത്ര ദിവസമേ മുമ്പിലുള്ളൂ? 3 days. വെറും 3 ദിവസമേ ഉള്ളൂ. എന്തിനാ? ടു ബിക്കം റിച്ച്. റിച്ച് എന്ന് പറഞ്ഞാൽ പണക്കാരൻ. പണക്കാരനാവാൻ വെറും 3 ദിവസമാണുള്ളത്. ദ ഡിവോട്ടി വാസ് വെരി ഹാപ്പി ആൻഡ് താങ്ക് ദ സാധു. ദ ഡിവോട്ടി, ആ ഭക്തന് ഭയങ്കര സന്തോഷമായി. വെരി ഹാപ്പി, ഭയങ്കര സന്തോഷമായി. ആൻഡ് താങ്ക് ദ സാധു, സന്യാസിയോട് നന്ദി പറഞ്ഞു, താങ്ക് ചെയ്തു. When the sadhu had gone, the devotee said to himself, I have got 3 days to make the gold, and I can make as much as I want. When the sadhu had gone, സന്യാസി പോയി കഴിഞ്ഞപ്പോൾ, ഹാഡ് ഗോൺ പോയി കഴിഞ്ഞപ്പോൾ, ദ ഡിവോട്ടി സെഡ് ടു ഹിംസെൽഫ്, ഈ ഭക്തൻ ആത്മകഥ പറയുകയാണ്. അതായത് തന്നോട് തന്നെ സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ, തന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ സംസാരത്തിൽ? ഇല്ല, അവൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഐ ഹാവ് ഗോട്ട് 3 days. എനിക്ക് എത്ര ദിവസം കിട്ടിയിട്ടുണ്ട്? 3 ദിവസം. എന്തിനാ? ടു മേക്ക് ദ ഗോൾഡ്, സ്വർണം ഉണ്ടാക്കാൻ. ആൻഡ് ഐ ക്യാൻ മേക്ക് ആസ് മച്ച് ആസ് ഐ വാണ്ട്. ഐ ക്യാൻ മേക്ക്, എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് ആസ് മച്ച് ആസ് ഐ വാണ്ട്? വാണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യം അനുസരിച്ച് അല്ലേ. ആസ് മച്ച് ആസ് ഐ വാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രമാത്രം വേണോ അത്രമാത്രം സ്വർണം എനിക്കുണ്ടാക്കുവാൻ സാധിക്കും. എത്ര നല്ല സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ കുട്ടികളെ. ടുഡേ ഐ വിൽ റെസ്റ്റ് ആഫ്റ്റർ ദ ഹാർഡ് വർക്ക്. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. ഐ വിൽ റെസ്റ്റ്, ഞാൻ വിശ്രമിക്കും. ആഫ്റ്റർ ദി ഹാർഡ് വർക്ക്, എൻ്റെ കഠിനമായ, ഹാർഡ് വർക്ക് എന്ന് കഠിനമായ ജോലി, ബുദ്ധിമുട്ടുള്ള ജോലിക്ക് ശേഷം ഞാൻ എന്തെടുക്കും? വിശ്രമിക്കും. അന്നപ്പോൾ മടി പിടിച്ചിരുന്നു അല്ലേ. ഐ വിൽ ബ്രിങ് എ ടൺ ഓഫ് അയൺ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഗോൾഡ്. ഐ വിൽ ബ്രിങ്, ഞാൻ കൊണ്ടുവരും. എന്താ കൊണ്ടുവരുന്നത്? എ ടൺ ഓഫ് അയൺ. എ ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോയോളം വരുന്ന ഭാരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ ടൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 ടണ്ണോളം എന്ത് കൊണ്ടുവരും ഞാൻ? ഇരുമ്പ് കൊണ്ടുവരും. എന്നിട്ടോ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഗോൾഡ്, അത് ഞാൻ ഗോൾഡ് അല്ലെങ്കിൽ സ്വർണ്ണമാക്കി എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ മാറ്റും. സോ ഹി വെൻ ടു സ്ലീപ്പ്. സോ അതുകൊണ്ട് ഹി വെൻ ടു സ്ലീപ്പ്, അദ്ദേഹം എന്ത് ചെയ്തു? സ്ലീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഉറങ്ങാനായിട്ട് പോയി. ലേറ്റർ ഓൺ, പിന്നീട് വെൻ ഹി വെൻ ടു ദ ഷോപ്പ് ഹി ഫൗണ്ട് ദാറ്റ് ദ ഷോപ്പ് വാസ് ക്ലോസ് ഫോർ ലഞ്ച് ബ്രേക്ക്. സോ ഹി ഡിസൈഡഡ് ടു ഹാവ് എ ഗുഡ് മീൽ ആൻഡ് ഹി ഫെൽ സ്ലീപ്പി ആഫ്റ്റർ ദ ഹെവി മീൽ. കേൾക്കുന്നുണ്ടോ കുട്ടികളെ നിങ്ങൾ എന്താ സംഭവിച്ചെന്ന്? ലേറ്റർ ഓൺ, പിന്നീട്, വെൻ ഹി വെൻ ടു ദ ഷോപ്പ്, അവൻ കടയിൽ ചെന്നപ്പോൾ, ഷോപ്പിൽ ചെന്നപ്പോൾ, ഹി ഫൗണ്ട് ദാറ്റ്, അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ദ ഷോപ്പ് വാസ് ക്ലോസ്ഡ് ഫോർ ലഞ്ച് ബ്രേക്ക്. കട അടച്ചിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലഞ്ച് ബ്രേക്കിന് വേണ്ടി. ഉച്ചഭക്ഷണത്തിലുള്ള സമയമാണ്. കടയിലുള്ളവർ ഭക്ഷണം കഴിക്കാൻ പോയേക്കുവാണ്, കടയും അടച്ചുകൊണ്ട്. സോ ഹി ഡിസൈഡഡ് ടു ഹാവ് എ ഗുഡ് മീൽ. അപ്പോൾ അദ്ദേഹം വിട്ടുകൊടുത്തോ? ഇല്ല, ഞാനും ഒരു ഗുഡ് മീൽ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. ആൻഡ് ഹി ഫെൽ സ്ലീപ്പി ആഫ്റ്റർ ദ ഹെവി മീൽ. അപ്പോൾ ഒത്തിരി ഭക്ഷണം, ഹെവി മീൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി കഴിക്കുന്നതിനാണ് പറയുന്നത്, ചെറിയ ഭക്ഷണമൊന്നുമല്ല. ഒത്തിരി ഭക്ഷണം അങ്ങ് വെട്ടി വിഴുങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഹി ഫെൽറ്റ് സ്ലീപ്പി. സാധാരണ നമുക്കെല്ലാം സംഭവിക്കുന്നല്ലോ, ഒത്തിരി ഭക്ഷണം വെട്ടി വിഴുങ്ങി കഴിയുമ്പോൾ എന്താണ്? നമുക്ക് ഒരു ചെറിയ ഉറക്കമൊക്കെ വരും അല്ലേ. അതുപോലെ ഇദ്ദേഹത്തിന് ഉറക്കം വന്നു. ഇദ്ദേഹം ഉറങ്ങി. വെൻ ഹി വോക്ക് അപ്പ് ഹി ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് ദ ഷോപ്പ് ഹാഡ് ബീൻ ക്ലോസ്. സോ ഹി വോക്ക് ഹോം തിങ്കിങ് ഹി ഹാഡ് വൺ മോർ ഡേ. വെൻ ഹി വോക്ക് അപ്പ്, അദ്ദേഹം എഴുന്നേറ്റപ്പോൾ. ഇവിടെ ശ്രദ്ധിക്കുക, WOKE വോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എണീക്കുക എന്നുള്ള അർത്ഥത്തിനാണ്. പക്ഷേ WALK വോക്ക് ആണെങ്കിൽ നടക്കുക എന്നുള്ളത്. ഇപ്പോൾ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെൻ ഹി വോക്ക് അപ്പ്, അദ്ദേഹം എഴുന്നേറ്റപ്പോൾ, ഹി ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് ഈവനിങ്, അദ്ദേഹത്തിന് മനസ്സിലായി വൈകുന്നേരമായി പോയി. ആൻഡ് ദ ഷോപ്പ് ഹാഡ് ബീൻ ക്ലോസ്ഡ്, കടയെല്ലാം അടച്ചു. സോ ഹി വോക്ക് ഹോം, സോ അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. തിങ്കിങ്, ചിന്തിച്ചു. എന്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്? ഹി ഹാഡ് വൺ മോർ ഡേ. വൺ മോർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് നടക്കുകയാണ്. എന്ത് മണ്ടത്തരാണ് ഇദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾ നോക്കിയ കുട്ടികളെ. അദ്ദേഹത്തിൻ്റെ വിലയേറിയ 2 ദിവസം അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നെക്സ്റ്റ് മോർണിംഗ് ഹി ഗോട്ട് അപ്പ് ഏർലി ആൻഡ് ബോട്ട് എ ടൺ ഓഫ് അയൺ, ബട്ട് ദ പ്രോബ്ലം വാസ് ഹൗ ടു ക്യാരി ഇറ്റ് ഹോം. നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ
ഹി ഗോട്ട് അപ്പ് ഏർലി, നേരത്തെ എഴുന്നേറ്റു, കാരണം ബാക്കി ദിവസം അദ്ദേഹം വേസ്റ്റാക്കി കളഞ്ഞു അല്ലേ. ആൻഡ് ബോട്ട് എ ടൺ ഓഫ് അയൺ, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ടൺ ഇരുമ്പ് മേടിച്ചു. ബോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മേടിക്കുക, ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ബട്ട് ദ പ്രോബ്ലം വാസ് ഹൗ ടു ക്യാരി ഇറ്റ് ഹോം. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു പ്രശ്നമുണ്ട് കുട്ടികൾ. എന്താണെന്നറിയോ? ഹൗ ടു ക്യാരി ഇറ്റ് ഹോം. വീട്ടിലേക്ക് ഇത് എങ്ങനെ ക്യാരി ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകും? ഭയങ്കര ഭാരമുണ്ട്, ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വിളിക്കേണ്ടി വരും. ഈ വാണ്ടഡ് സം പീപ്പിൾ ടു ഹെൽപ്പ് ഹിം. അദ്ദേഹത്തിന് ആവശ്യമായിട്ട് വന്നു. എന്താണ് സം പീപ്പിൾ? കുറച്ചാളുകളെ. എന്തിനു വേണ്ടിയാ? ടു ഹെൽപ്പ് ഹിം, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകളുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ദ പീപ്പിൾ സെഡ് ദാറ്റ് ദേ വെയർ ബിസി. ദ പീപ്പിൾ സെഡ്, ജനങ്ങൾ പറഞ്ഞു എന്താണ്? ദേ വെയർ ബിസി. ബിസി എന്ന് പറഞ്ഞാൽ തിരക്കാണ്. അവർ തിരക്കാണെന്ന് പറഞ്ഞവരെല്ലാം കൈയൊഴിഞ്ഞു. പാവം ഈ മനുഷ്യനല്ലേ. സോ ഹി ഡിസൈഡഡ് ടു കോൾ ഹിസ് ബ്രദേഴ്സ് ടു ഹെൽപ്പ് ഹിം ഇൻ ക്യാരിങ് ദ ലോഡ്. അദ്ദേഹം പിന്മാറിയോ? ഇല്ല. സോ അത് എന്താ ചെയ്തത്? അതുകൊണ്ട് ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ടു കോൾ ഹിസ് ബ്രദേഴ്സ്. അദ്ദേഹത്തിന് ബ്രദേഴ്സ്, സഹോദരങ്ങളൊക്കെ ഉണ്ട്. സഹോദരങ്ങൾ വിളിക്കുവാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാ? ടു ഹെൽപ്പ് ഹിം, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി. ഇൻ ക്യാരിങ് ദ ലോഡ്, ഈ ഭാരം ചുമന്ന വീട്ടിൽ ചെല്ലണ്ടേ. അപ്പം അതിനുവേണ്ടി തൻ്റെ സഹോദരങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുവാനായിട്ട് ഇദ്ദേഹം തീരുമാനിച്ചു. അവിടെയും അടുത്ത പ്രശ്നം വരുവാണ് കേട്ടോ. ആസ് ദ മാർക്കറ്റ് വാസ് ഫാർ ഫ്രം ദ വില്ലേജ്. വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ചന്ത ഒത്തിരി ദൂരെ ആയതുകൊണ്ട് ഹി കുഡിൻ റീച്ച് ദ മാർക്കറ്റ് ഓൺ ടൈം. ഇദ്ദേഹത്തിന് നമ്മുടെ മാർക്കറ്റിൽ എത്തുവാൻ സാധിച്ചോ? ഇല്ല. ഓൺ ടൈം, സമയത്തിന് എത്തുവാനായിട്ട് സാധിച്ചില്ല. വെൻ ഹി റീച്ച് ദെയർ, അവൻ അവിടെ ചെന്നപ്പോൾ ദ ഷോപ്പ് വാസ് ക്ലോസ്ഡ് അഗെയിൻ. പഴയ പോലെ തന്നെ അദ്ദേഹം ചമ്മിപ്പോയി, കട അടച്ചിട്ടിരിക്കുകയാണ് കുട്ടികളെ. എന്തൊരു അവസ്ഥയാണല്ലേ. വിലയേറിയ 3 ദിവസം മടി പിടിച്ചിരുന്നത് കൊണ്ട് വെറുതെ കളഞ്ഞു അല്ലേ. അല്ലെങ്കിൽ മണ്ടത്തരമായ തീരുമാനത്തിലൂടെ വെറുതെ കളഞ്ഞു. ഹി വാസ് വെരി അനോയിഡ് ആൻഡ് റിട്ടേൺ ഹോം എംപ്റ്റി ഹാൻഡഡ്. ഹി വാസ് വെരി അനോയിഡ്. അനോയിഡ് എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റഡ് എന്നാണ് ഇംഗ്ലീഷ് മീനിങ്. മലയാളത്തിൽ പറയുവാണെങ്കിൽ എന്താണ്? ഭയങ്കര ദേഷ്യം തോന്നി, കലിപ്പ് തോന്നുക എന്ന് പറയും. വാസ് വെരി അനോയിഡ് ആൻഡ് റിട്ടേൺ ഹോം, വീട്ടിലേക്ക് തിരിച്ചു വന്നു. എംപ്റ്റി ഹാൻഡഡ്, എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്ന കുട്ടികളെ? എംപ്റ്റി ഹാൻഡഡ്, വെറും കൈയോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതൊരവസ്ഥയാണല്ലേ. അദ്ദേഹത്തിന് ആകെ കലിയേറിയിരിക്കുകയാണ്. വെൻ ഹി എൻറ്റേർഡ് ഹിസ് ഹാർട്ട് ഹി സോ ദ സാധു. അതിൽ രസകരമായ സംഭവം എന്താ? വെൻ ഹി എൻറ്റേർഡ് ഹിസ് ഹാർട്ട്, അവൻ്റെ കുടിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ ആരവിടെ ഇരിക്കുന്നു? ഈ സോ ദ സാധു, ആ സന്യാസി അവിടെ കണ്ടു. The sadhu asked him to return his magic stick, telling him that the time was over. The sadhu asked him, ആ സന്യാസി ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? ടു റിട്ടേൺ ഹിസ് മാജിക് സ്റ്റിക്ക്, തൻ്റെ മാന്ത്രിക വടി റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചു തരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ടെല്ലിങ് ഹിം, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ്? ദ ടൈം വാസ് ഓവർ. അപ്പോൾ അവന് അനുവദിച്ചു കൊടുത്തിരുന്ന ടൈം എന്ത് ചെയ്തു? ഫിനിഷായി അല്ലെങ്കിൽ തീർന്നു. അപ്പോൾ ഈ മനുഷ്യന് സങ്കടമായി കാണൂല്ലേ. അപ്പം എന്ത് ചെയ്തെന്ന് നോക്കാം. The man begged to keep the miracle for another day. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? The man begged, യാചിച്ചു. നമ്മൾ സാധാരണ ബെഗർ എന്ന് പറയുന്ന ആരെയാണ്? ഭിക്ഷക്കാരൻ. നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും യാചിക്കുന്നയാളെ, ബെഗ് ചെയ്യുന്നയാളെ നമ്മൾ ബെഗർ എന്ന് പറയുന്നത്. ഒരു ഭിക്ഷക്കാരൻ യാചിക്കുന്ന പോലെ യാചിച്ചിട്ടുണ്ടാവണം അല്ലേ. ദ മാൻ ബെഗ്ഡ്, ദ മനുഷ്യൻ എന്ത് ചെയ്തു? യാചിച്ചു. എന്തിനാ? ടു കീപ് ദ മിറക്കിൾ ഫോർ അനദർ ഡേ. ഈ മിറക്കിൾ അല്ലെങ്കിൽ അത്ഭുതം വേറെ ഒരു ദിവസം കൂടി ചെയ്യുവാൻ ഉള്ള ആ ഒരു അത്ഭുതം തരണമെന്ന്, അല്ലെങ്കിൽ ആ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ തന്നെ സഹായിക്കണമെന്ന് ആരോട് ആവശ്യപ്പെടുകയാണ്? സന്യാസിയോട്. സന്യാസി സമ്മതിച്ചോ കുട്ടികളെ? സമ്മതിച്ചു കാണോ? 3 ദിവസം കൊടുത്തിട്ട് ഇത്രയും വേസ്റ്റ് ആക്കി കളഞ്ഞ ഒരു വ്യക്തിയോട് സമ്മതിച്ചു കാണുമോ? നമുക്ക് നോക്കാം എന്താ സംഭവിച്ചെന്ന് അല്ലേ. സാധു said, "O fool, why did you go to get iron? Why did you not convert the iron objects in your own home to gold? For example, the latch of your house, the lock, the hammer, and the axe. You have lost the chance because you didn't avail it." നീണ്ട ഒരു ഉപദേശമാണ് കൊടുത്തല്ലേ. യു ആർ ലേസി, ദെർഫോർ യു ക്യാൻ നെവർ ബിക്കം റിച്ച്. നമുക്ക് നോക്കാം എന്താണെന്ന്. ദ സാധു സെഡ്, സന്യാസി പറഞ്ഞു എന്താണ്? ഓ ഫൂൾ, അല്ലയോ വിഡ്ഢി, വൈ ഡിഡ് യു ഗോ ടു ഗെറ്റ് അയൺ? ഗെറ്റ് അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കിട്ടുവാൻ. വൈ ഡിഡ് യു ഗോ ടു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പോയി? ഓ ഫൂൾ, വൈ ഡിഡ് യു ഗോ ടു ഗെറ്റ് അയൺ? നീ വിഡ്ഢി, നീ എന്തിനാണ് ഇരുമ്പ് മേടിക്കാൻ പോയത്? വൈ ഡിഡ് യു നോട്ട് കൺവേർട്ട് ദ അയൺ ഒബ്ജക്ട്സ് ഇൻ യുവർ ഓൺ ഹോം ടു ഗോൾഡ്? വൈ ഡിഡ് യു നോട്ട് കൺവേർട്ട്, നീ എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്തില്ല, മാറ്റിയില്ല? എന്ത്?
ദ അയൺ ഒബ്ജക്ട്സ് ഇൻ യുവർ ഓൺ ഹോം. നിൻ്റെ വീട്ടിൽ, ഹോം എന്ന് പറഞ്ഞ വീട്, നിൻ്റെ വീട്ടിലുള്ള അയൺ ഒബ്ജക്ട്സ്, ഇരുമ്പ് വസ്തുക്കൾ എന്തായിട്ട് മാറ്റിയില്ല? ടു ഗോൾഡ്, സ്വർണ്ണമാക്കി. എന്താണ് നീ മാറ്റാതിരുന്നത്? ഫോർ എക്സാമ്പിൾ ദ ലാച്ച് ഓഫ് യുവർ ഹൗസ്. നിൻ്റെ ഹൗസ് എന്ന് പറഞ്ഞ വീട്, ലാച്ച് എന്ന് പറഞ്ഞാൽ കൊളുത്ത്, കുറ്റി കൊളുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ദ ലാച്ച് ഓഫ് യുവർ ഹൗസ്, വീടിൻ്റെ കൊളുത്ത് എന്തുകൊണ്ട് നീ സ്വർണ്ണമാക്കി മാറ്റില്ല? അത് ഇരുമ്പ് കൊണ്ടുള്ളതല്ലായിരുന്നോ? ദ ലോക്ക്, നീ ലോക്ക് എന്തുകൊണ്ട് സ്വർണ്ണമാക്കി മാറ്റിയില്ല? ദ ഹാമർ, ചുറ്റിക, എന്തുകൊണ്ട് സ്വർണ്ണമാക്കി മാറ്റിയില്ല? ആൻഡ് ദ ആക്സ്, വീട്ടിലുള്ള സാധനങ്ങൾ, ആക്സ് എന്ന് പറഞ്ഞാൽ കോടാലി. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ വിറക് വെട്ടുവാനായിട്ട്, വിറക് കൊത്തുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഇത്, കോടാലി. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ കോടാലി എന്താണെന്ന് പറഞ്ഞു തരും. പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉപയോഗം കുറവാണ്. വീടുകളിലെല്ലാം ഗ്യാസ് അടുപ്പ് വന്നതോടുകൂടി വിറകിൻ്റെ ഉപയോഗം കുറഞ്ഞു. അതുകൊണ്ട് കോടാലിയുടെ ഉപയോഗം കുറഞ്ഞു. യു ഹാവ് ലോസ് ദ ചാൻസ്, നീ ഒരു നല്ല ചാൻസ്, അവസരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലോസ്റ്റ് ചെയ്തിരിക്കുന്നത്, നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്. ബിക്കോസ് യു ഡിഡിൻറ്റ് അവെയിൽ ഇറ്റ്. അവെയിൽ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുക. ഡിഡിൻ അവെയിൽ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രയോജനപ്പെടുത്തിയില്ല. അവനത് പ്രയോജനപ്പെടുത്തിയോ? ഇല്ല. 3 ദിവസത്തെ അവധി അല്ലെങ്കിൽ 3 ദിവസം കൊടുത്തു നമ്മുടെ സന്യാസി, എന്ത്, ഈ ഇരുമ്പ് വസ്തുക്കളെല്ലാം സ്വർണ്ണമാക്കുവാൻ. അത് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയില്ല കുട്ടികളെ. യു ആർ ലേസി, നീ ഒരു മടിയനാണ്. ദെയർഫോർ യു ക്യാൻ നെവർ ബിക്കം റിച്ച്, അതുകൊണ്ട് നിനക്ക് റിച്ച് ആവാൻ പറ്റുമോ? പണക്കാരനാവാൻ പറ്റുമോ? ഇല്ല. ഈ കഥയിലൂടെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ബുദ്ധിപൂർവം യഥാസമയം ഉപയോഗിക്കണം. നാളെ നാളെ എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് കുട്ടികളായി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾക്കിപ്പോൾ പഠിക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതാത് ദിവസം പഠിപ്പിക്കുന്ന പാഠങ്ങൾ അതാത് ദിവസം വീട്ടിലിരുന്ന് പഠിക്കണം. നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നാൽ നാളെ അതിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ മടിയൻ എന്ത് ചെയ്യേണ്ടി വരും? മല ചുമക്കേണ്ടി വരും. നമ്മൾ അലസരാവാതെ നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന അവസരം നമ്മൾ ബുദ്ധിപൂർവം ഉപയോഗിക്കണം. മനസ്സിലായ കുട്ടികളെ കഥ? ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? ഈ കഥയിലെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരണം. അതായത് നല്ല നല്ല മൂല്യങ്ങൾ നമ്മൾ കഥയിലൂടെ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യണം? നമ്മൾ നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം. ചീത്തയായ കാര്യങ്ങൾ തേച്ചു കളയണം അല്ലെങ്കിൽ ഉപേക്ഷിക്കണം. ഈ കഥ എൻ്റെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു കഥയുമായി വരും. ഓക്കെ, അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേന് ബൈ ബൈ.